അങ്ങനെ ഹീറോയിൻ അവളുടെ സഹോദരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ആളുകളോട് പ്രതികാരം ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇവരുടെ ആ ഒരു ഫാക്ടറി വലിയൊരു കമ്പനിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പോവാണ്. അതിന്റെ ഒരു ത്രില്ലിലാണ് ഇവനും ഇവളൊക്കെ. പക്ഷെ ആ ഒരു വലിയ കമ്പനി മറ്റാരുടേതും അല്ല, നമ്മുടെ ഹീറോയിന്റേത് തന്നെയാണ്. എന്നാൽ അപ്പോഴേക്കും ഹീറോയിൻ ചേച്ചിയുടെ വേഷത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നു. അത് കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത് അത് അവന്റെ രക്ഷപ്പെട്ടു പോയ വൈഫാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവൾ ഓടിപ്പോയ ദേഷ്യത്തിൽ അവൻ അവളെ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ അവൻ അറിയുന്നില്ല അത് നമ്മുടെ ഹീറോയിൻ ആണെന്ന്. അവൾ അവന്റെ കൈ തടഞ്ഞിട്ട് അവനെ തള്ളി താഴെയിടുന്നു. ആ ദേഷ്യത്തിൽ അവൻ അവിടെയുള്ള ജോലിക്കാരോട് ഇവളെ പിടിച്ചു വെക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള വടിയെടുത്ത് ഇവളെ തല്ലാനായിട്ട് വരുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ഹീറോയിന്റെ അസിസ്റ്റന്റ് കടന്നു വരുന്നു. അയാൾ വന്ന് ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ മര്യാദയ്ക്ക് ജോലി എടുക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാണെന്ന് പറയുന്നു. അപ്പൊ അസിസ്റ്റന്റ് ഇവനോട് ശരിക്കും അത് തന്നെയാണോ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അല്ലെ വൈഫ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആദ്യം മറ്റേ പെണ്ണിനെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇയാള് എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇവളാണ് എന്റെ വൈഫ്, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഇവനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു കമ്പനിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ അവരെ വിട്ടുകളയാൻ വയ്യാത്തത് കൊണ്ട് ഇവന്റെ വൈഫ് എന്ന് പറഞ്ഞ് അവളെ തന്നെ പരിചയപ്പെടുത്തുന്നു. പക്ഷെ അവൾക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവര് തമ്മിൽ നല്ല കച്ചറയാവുന്നു.